കേരള രാഷ്ട്രീയത്തിൽ വിവാദമായ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ വിജയൻ എന്നിവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. മാസപ്പടി കേസിൽ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആവശ്യം. വിശദമായ വാദം കേട്ട ശേഷം കോടതി അദ്ദേഹത്തിന്റെ ആവശ്യം നിരാകരിച്ചു. ഹർജി പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കോടതി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. പിണറായി വിജയനും മകൾക്കുമെതിരെ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന ഹർജി കോടതി നിരസിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. CMRL കമ്പനിക്ക് മുഖ്യമന്ത്രി നൽകിയ അനധികൃതമായ സഹായമാണ് മകൾ വീണ വിജയന് CMRL നിന്ന് മാസപ്പടി ലഭിക്കാൻ കാരണമായതെന്നായിരുന്നു മാത്യു കുഴൽനാടന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിജിലൻസ് കോടതിയിൽ കുഴൽനാടൻ ഹർജി നൽകിയത്. കോടതി ഇതിൽ വിധി പറയാനിരിക്കെയാണ് മാത്യു നിലപാട് മാറ്റിയത്. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന മുൻ ആവശ്യത്തിനു പകരം കോടതി നേരിട്ട് കേസെടുത്താൽ മതിയെന്നാണ് കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. വിജിലൻസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഇതിന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇപ്പോൾ. കോടതിക്ക് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഫെബ്രുവരി 29-നാണ് മാത്യു കുഴൽനാടൻ ഹർജി നൽകിയത്. കോടതി കൂടുതൽ തെളിവുകളും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 തവണ കോടതി ഹർജികൾ പരിഗണിച്ചപ്പോൾ കുഴൽനാടൻ വിവിധ രേഖകൾ ഹാജരാക്കി. കരിമണൽ ഖനനത്തിന് മുഖ്യമന്ത്രി നേരിട്ട് അനധികൃതമായി അനുമതി നൽകാൻ ഇടപെട്ടു എന്ന് തെളിയിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന 5 രേഖകളായിരുന്നു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കിയത്. എന്നാൽ രേഖകളിലൊന്നും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാണെന്ന് തെളിയിക്കാൻ മതിയായവ അല്ലെന്നായിരുന്നു വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചത്. പിണറായി വിജയനും വീണയും ഉൾപ്പെടെ 7 പേരാണ് കേസിലെ എതിർകക്ഷികൾ. സേവനങ്ങളൊന്നും നൽകാതെയാണ് CMRL നിന്ന് വീണ പണം കൈപ്പറ്റിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ കോടതിയെ സമീപിച്ചത്. തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനത്തിന് CMRL ഭൂമി വാങ്ങിയെങ്കിലും ഖനനാനുമതി ലഭിച്ചില്ല. പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് റവന്യൂ വകുപ്പിനോട് ശശിധരൻ കർത്തായുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഹർജിയിൽ പറയുന്നു. അതിനുശേഷമാണ് വീണ വിജയന് മാസപ്പടി ലഭിച്ചതെന്നാണ് കുഴൽനാടന്റെ ആരോപണം. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 3 ദിവസത്തിനകം എക്കലും മണ്ണും നീക്കം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്ന ജില്ലാ കളക്ടറുടെ കത്ത്, KMRLന്റെ കൈവശമുള്ള അധിക ഭൂമിക്ക് ഇളവ് അനുവദിക്കണമെന്ന അപേക്ഷ സർക്കാർ തള്ളിയതിനെതിരെ ഹൈക്കോടതി നൽകിയ ഉത്തരവ്, ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിശദ പരിശോധന നിർദ്ദേശിച്ചുള്ള സർക്കാർ കുറിപ്പ് എന്നിവയും മാത്യു കുഴൽനാടൻ കോടതിയിൽ ഹാജരാക്കി. എക്സാലോജിക്കിന്റെ സാമ്പത്തിക അഴിമതി ഇടപാടിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും മകൾ വീണ വിജയൻ പണം വാങ്ങിയത് മാത്രമാണെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ വാർത്താ സമ്മേളനത്തിനടക്കം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. 2016 മുതൽ എല്ലാ മാസവും CMRL വീണ വിജയന് പണം നൽകിയിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. എന്നാൽ മാസപ്പടി കേസിൽ അന്വേഷണമില്ലെന്ന കോടതിയുടെ വിധിയിൽ അസംതൃപ്തനാണെന്നും ഈ തീരുമാനം അപ്രതീക്ഷിതമാണെന്നും മാത്യു കുഴൽനാടൻ MLA ഇതിനോട് പ്രതികരിച്ചു. എന്ത് കാരണത്താലാണ് കോടതി ഹർജി നിരസിച്ചതെന്ന് അറിയില്ല. വിധി പഠിക്കണം, എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളോട് പറയണം. അതുവരെ നിയമ പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. നിയമത്തെപ്പറ്റി അറിയാവുന്ന മാത്യു കുഴൽനാടൻ ഈ കേസിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നാണ് AK ബാലൻ പറഞ്ഞത്. ലാവ്ലിൻ കേസിനെ പോലെ മാസപ്പടിയും കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹത്തിന്റെ ആരോപണം. നിയമപരമായി നിലനിൽക്കുന്ന കേസായിരുന്നില്ല, അതുകൊണ്ടാണ് കോടതി തള്ളിയതെന്നും AK ബാലൻ വ്യക്തമാക്കി. ഇതിൽ ശ്രദ്ധേയമായൊരു കാര്യം, സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ആണ് UDF നിർണായകമായ പല ആരോപണങ്ങളുമായി സർക്കാരിനെതിരെ രംഗത്തെത്തുന്നത്. സ്വർണ്ണക്കടത്തും ലാവ്ലിൻ കേസുമടക്കം കേരളം തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ചർച്ചയാക്കിയേക്കാവുന്ന രീതിയിലുള്ള പല കേസുകളും ആരോപണങ്ങളുമായാണ് UDF മുന്നോട്ട് വരാറുള്ളത്. അതിനുശേഷം തെളിവില്ല എന്ന് പറഞ്ഞ് കോടതി അതെല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയാണ്. അത്തരത്തിലൊരു കേസായി മാത്രം മാത്യു കുഴൽനാടന്റെ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെയുള്ള മാസപ്പടി ആരോപണവും മാറിയേക്കുമോ? കേസുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെ കുഴൽനാടൻ വ്യക്തമാക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇനി എന്തെല്ലാം നീക്കങ്ങളാണ് ഉണ്ടാവുക? ഒരു നിയമ പോരാട്ടത്തിന് അദ്ദേഹം തയ്യാറാകുമോ? കാണാം, കാത്തിരിക്കാം.